ആരാന്നല്ലേ ചോദിച്ചേ? ജനലെല്ലാം തുറന്നു കിടക്കുവോ? ഞാൻ അടയ്ക്കട്ടെ? ഞാൻ അടച്ചു. മണിക്കുട്ടൻ എവിടെയാ? ജയദേവൻ സാറേ, ജയദേവൻ സാറേ, സാറേ, ജയദേവൻ സാറേ, മണിക്കുട്ടാ! എന്താ എന്തു പറ്റി? നോക്ക്, എവിടെ? അവിടെ. സാറേ, 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 എന്തൊരു മഴയായിരുന്നു സാറേ. വഴിയിൽ ആ മരപ്പലം തകർന്നു പോയി. അതാ എനിക്ക് വരാൻ പറ്റാഞ്ഞ്. ഞാൻ സാറിന് ഒരുപാട് തവണ വിളിച്ചു, ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തു പറ്റി സാറേ? അത് നീ പോയി എന്റെ ഫോൺ എടുത്തിട്ടോ. സാറിന്റെ ഫോൺ ചെല്ലേ. ഇത് രാത്രി ഞാനിപ്പോ പേടിച്ച് ചത്തേനെ. അല്ലേ പറ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ആ, നിന്റെ പെങ്ങൾ എങ്ങനെയാടാ മരിച്ചത്?
മരിച്ചുപോയതല്ല സാറേ, കൊന്നതാ. ചായ കുടിക്കും. നീ ഇത് കൂടി കട്ടണടി. 3 വർഷം മുമ്പ് ആരോ കൊന്നു തള്ളിയ അവളെ പേരെന്തോന്നു, അരുന്ധതി. ഇപ്പൊ നിന്റെ മുന്നിൽ പ്രത്യക്ഷമായ അവളെ ആത്മാവ്. അളിയ, നമുക്കിതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചൂടെ? ഞാൻ കഴിഞ്ഞ ദിവസം ചാനലിൽ പോയില്ലേ, നമ്മളെ സ്വർഗോദര സീരിയല് അവന്മാർ ചവിട്ടി നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ നമ്മളോടുള്ള ഇരിപ്പ് വശം വെച്ച് അവന്മാർ പുതിയ സ്ലോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, 10 മണിയുടെയാണ് സ്ലോട്ട്. അവരെ ഡിമാൻഡ് ഒരു ഹൊറർ സബ്ജക്റ്റ്, ഒരു പ്രേതകഥ. നീ ഒന്ന് മനസ്സ് വെച്ചാ നമുക്ക് അരുന്ധതിയെ വിറ്റ് കാശാക്കാം. നിന്റെ കൺമുന്നിൽ നടന്ന കഥയല്ലേ, അങ്ങ് പേപ്പറിലോട്ടാക്കിയ പോരെ. എന്നുവെച്ചാ എന്റെ മരണത്തോളം ഞാൻ പേടിച്ചൊരു കാര്യം തനിക്ക് വിറ്റ് കാശാക്കണം. സുഹൃത്തെന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെ ഇരിക്കണം. ഡേ നമ്മളെ 3 സീരിയലിൽ മൂക്കാ വണ്ടി അടിച്ച് തറയി വീണ് നിന്റെ ഒരൊറ്റ കുഴപ്പം കൊണ്ട് ഞാൻ കമാന്നൊരക്ഷരം മിണ്ടിയ. അപ്പൊ ഞാൻ പറയണേ ചിലത് നീയും കേൾക്കേണ്ടി വരും. ഞാൻ നിന്റെ കൂലിക്കാരനൊന്നുമല്ല. അങ്ങനെ തീർത്ത് പറയാൻ വരട്ട്, ഞാൻ നിനക്ക് ശമ്പളം തരണുണ്ട്. എന്താ വിജയ്, എന്താ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ? നീ എന്തിനാ ഇതിനകത്ത് ഇടപെടുന്നത്? ഇവിടെ എനിക്കാണ് നഷ്ടമാവണത്, ഞാനൊരു തരിപ്പണാവണത്. എന്റെ മാത്രമാണ് ഇവിടെ കാശ് മുടക്ക്. എല്ലാവരുടെയും മനസ്സ് മാറിയിട്ട് കച്ചവടം ചെയ്യുന്ന ഞാൻ ഒരു ആയിപ്പോ. നിനക്കറിയാല, ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് കുടുംബ സെന്റിമെന്റ്സ് ഒന്നുമില്ല. സോറി, എന്നോട് പറയാനുള്ള മുഴുവൻ അവിടെ പറഞ്ഞു തീർക്കണ്ട. താൻ പറഞ്ഞത് ശരിയാ, ശമ്പളം പറ്റുന്നൊരു കൂലിക്കാരൻ തന്നെയാ ഞാൻ. ഇനി ആ ഒരു ബന്ധം മതി നമ്മൾ തമ്മിൽ. എന്ന് വിചാരിച്ചേ സാറിന്റെ സീരിയലിന് മുടക്കൊന്നും വരില്ല. നാളെ രാവിലെ ഞാൻ ലൊക്കേഷനിൽ എത്തിക്കൊള്ളാം, വെറും കൂലിക്കാരനായിട്ട്. വരട്ടെ മലയാളി.